ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയെ കുറ്റപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം നന്ദിനി നന്ന ഭേഷായി അങ്ങ് തകർത്ത് വാരും അവിടെ ഇട്ട്. അപ്പോൾ എന്നിട്ട് ശ്രീജയുടെ നേരെയും ചെന്നു. ശ്രീജ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുക ശ്രീജയെ. അപ്പം നീ എന്തിനാ നന്ദിനി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കമല ചോദിക്കുമ്പം ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതൊന്നുമല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാ. വയസ്സാം കാലത്ത് അച്ഛനും നിങ്ങളും പറ്റിയാലേ താങ്ങാൻ പറ്റത്തില്ലെന്ന് അമ്മയും കൂടി ഒന്ന് ഓർത്താൽ നന്നാണെന്ന് നന്ദിനി കമലയോട് പറയണം. എടി മതി, നീ അകത്തേക്ക് പോകാൻ പറഞ്ഞു വിനായകൻ. എനിക്കിപ്പോൾ സൗകര്യമില്ല പറയാനുള്ളത്, ഇനിയെങ്കിലും പറയണ്ടേ വിനയേട്ടാ എന്ന് നന്ദിനി. അപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ എത്തിയല്ലോ, വീടിന് മൊത്തം നന്മ ചെയ്യാൻ എത്തിയ മഹാറാണിയല്ലേ, എന്തായെന്ന് നേരിട്ട് എന്നെ ചോദിക്കുക ശ്രീചേച്ചി എന്ന് ചോദിക്കുക ഈ നന്ദിനി. ഇവള് കാരണം അകത്തായ വിശ്വനെ പുറത്തിറക്കാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ വേദ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടി ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, ഈ വീടിന് നേരെ നിനക്ക് എന്തിനാടി ഇത്രയ്ക്ക് പക? നിന്റെ കഴുത്തിൽ ബലമായിട്ട് താലി കെട്ടിയത് വിക്രമല്ലേ? അതിന് ഈ വീടും വീട്ടുകാരും എന്താ അടിപഴച്ചേ എന്ന് നന്ദിനി ചെന്ന് വേദയോട് ചോദിച്ചു. നിന്നെ വിശ്വസിച്ച് നിനക്ക് സപ്പോർട്ട് തരുന്നവർക്ക് നീ ശരിക്കും തിരിച്ച് പണി കൊടുക്കുന്നുണ്ടല്ലോ, പറയടി. അമ്മയും ശ്രീജയത്തിയും എന്ത് തെറ്റ് ചെയ്തിട്ടാടി നീ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണമെന്ന് വേദ അന്നേരം നന്ദിനിയോട് ചോദിക്കാം. വിനയേട്ടാ ഇവള് പറഞ്ഞത് കേട്ടോ? ആ കേട്ടു. ഒന്നും മിണ്ടാട്ടോ ഇല്ല. അതിന് വിനയേട്ടൻ ഇപ്പം എന്ത് പറയണം എന്ന് വേദ ചോദിക്കുക. നേരെ വിനയേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. വിനയേട്ടൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് വേദ ചോദിക്കുക. എന്നാലും എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പം വിക്രമന്റെ ഭാര്യയെ പുറത്താക്കാൻ എനിക്കെന്ത് അധികാരം ഉള്ളതെന്ന് വിനായകൻ ചോദിക്കുക. നന്ദിനി ചമ്മി. വിനായകൻ ചേട്ടന് കാര്യം അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദിനിയടത്തി അമ്മയ്ക്കും ശ്രീജയടത്തിക്കും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അവർക്ക് മറുപടി കൊടുത്തോളാം. നന്ദിനിയടത്തി വെറുതെ കഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞു വേദ. അപ്പോൾ കേട്ടില്ല ശ്രീ ചേച്ചി, എന്നാൽ പിന്നെ നേരിട്ട് തന്നെ അങ്ങ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി, നന്ദിനിയുടെ ചോദ്യം നീ വിട്ടേക്ക്, ഞാൻ നിന്നോട് ചോദിക്കാമെന്ന് ശ്രീജ വേദയോട് നേരെ നിന്ന് ചോദിക്കുക. വിശ്വേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് വേദയുടെ ചേട്ടനല്ലേ എന്ന് ശ്രീജ ചോദിക്കാം. വിശ്വേട്ടനോട് പക തോന്നാനുള്ള കാരണം വേദയല്ലേ എന്ന് വേദയോട് ചോദിച്ചു. വേദയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക. നന്ദിനിക്ക് സന്തോഷമായി. നന്ദിനി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വേദ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇതൊക്കെ, അല്ലേ? എന്നിട്ട് എന്താ അത് ചെയ്യാത്തതെന്ന് ശ്രീജ വേദയോട് ചോദിക്കുക കേട്ടോ. പറയുക എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ശ്രീജ അടുത്തിയോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നും വിശ്വേട്ടനെ ഇങ്ങനെ ഒരു കേസിൽ കുടുക്കിയത് എൻ്റെ ചേട്ടൻ തന്നെയാണെന്നുള്ള കാര്യം വേദ അന്നേരം ശ്രീജയോട് പറഞ്ഞു. പക്ഷെ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ ദുരഭിമാനം കൊണ്ടാണെന്ന കാര്യം വേദ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് കമലയൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ അവരെ ചെന്ന് കാണാതെ ഇരുന്നിട്ടില്ല എന്നും ഇപ്പോഴും പോയി കണ്ടിട്ടാണ് വരുന്നതെന്നുള്ള കാര്യം വേദ ശ്രീജയോട് പറയുക. ശ്രീജ അന്നേരം ഇങ്ങനെ അന്തപ്പെട്ട് ഇങ്ങനെ നോക്കട്ടെ. നന്ദിനി പറഞ്ഞ് കുശുപ്പെടുത്ത് നിൽക്കുന്നു. പക്ഷെ അവർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ വേദ ഇങ്ങനെ പറഞ്ഞു. വിനായകന്റെ ചങ്കിടിപ്പ് കൂടി. അതുപോലെ ഞാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വേദ പറയുകയാണ്. അത് നടപ്പാക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. വിശ്വേട്ടൻ ഉറപ്പായും പുറത്തു വരുമെന്നും അത്രയേ എനിക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ എന്ന കാര്യം പറഞ്ഞ് വേദ അവിടുന്ന് അങ്ങോട്ടേക്ക് പോണു. വേദ അവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീജ അവിടെ ഇരുന്ന് മുഖം പൊത്തിയിരുന്ന് ഭയങ്കര കരച്ചിൽ. കമല അന്നേരം മകളെ സമാധാനിപ്പിച്ച് അരികിലിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്ത് വർഷയും കൂടെ സംസാരിക്കുക കേട്ടോ. അവരുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്തത് കൊണ്ടൊക്കെ വേദയുടെ മനസ്സ് മാറും ശ്രീയേട്ടൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്താ സംശയം, അവൾ ആ വീട്ടിൽ തുടരുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ എന്ന് ഇയാൾ ചോദിച്ചു. അപ്പോൾ അത് കുറ്റബോധമായിട്ട് തോന്നിയാലല്ലേ അവൾക്കത് തിരുത്താനായിട്ട് തോന്നത്തുള്ളൂ. നേരെ മറിച്ച് അവൾക്കും വാശി കൂടുകയാണെങ്കിലോ എന്താ? തുടർച്ചയായിട്ട് അവൾ കാരണം ഒരു കുടുംബം തകർന്നടിഞ്ഞില്ലാണ്ടാകുമ്പോഴേ ആ കുടുംബത്തിന് അവൾ വേണ്ടാതാവില്ലേ വർഷ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ അപമാനിച്ചതിന് അതിന് കൂട്ടുനിന്നതിനും ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കേണ്ടതല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പം ആ പറഞ്ഞത് കറക്റ്റാ, അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഞാൻ സമ്മതിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ട് നമ്മുടെ ദർശൻ അങ്ങോട്ടേക്ക് വന്നു. വർഷേച്ചി സീരിയസ് ആയിട്ടുള്ള വർത്താനാണല്ലോ. അപ്പോൾ വർത്തമാനം സീരിയസ് ഒക്കെ തന്നെയാ, പക്ഷേ നീ കേൾക്കുന്നതിൽ വിരോധമൊന്നും ഇല്ല എന്ന് വർഷ പറയൂ കേട്ടോ. അപ്പോൾ എന്താ ദർശ പതിവില്ലാതെ ഈ നേരത്തെ ഇങ്ങോട്ട്? അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കണമെന്ന് തോന്നിയെന്ന് പറയുമ്പോൾ വേദയുടെ വിളി വല്ലതും വന്നിട്ടുണ്ടാവും അല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പം നിനക്ക് നാണമില്ലല്ലോ ദർശൻ, അവളുടെ വീട്ടിൽ ആര് അറസ്റ്റിലായാലും അവരെ പുറത്തിറക്കാമെന്ന് നിനക്കൊരു നേർച്ചയുണ്ടോ എന്ന് ചേച്ചി ചോദിക്കുക. മനുഷ്യനായ കുറച്ച് അന്തസ് വേണ്ടേടാന്ന് ചോദിക്കുമ്പം അതേ ചേച്ചി അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞു. പകയും പ്രതികാരവും തീർക്കേണ്ടതേ മനുഷ്യന്റെ അന്തസ്സിന് ചേർന്നതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറഞ്ഞ് ദർശൻ കയറി അങ്ങ് മേഞ്ഞില്ലേ അവരുടെ നേരെ. പക തീർക്കി വേണ്ട, ഒന്നും അളിയൻ എന്നോട് മിണ്ടണ്ട.
സംഭവം എല്ലാം അറിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നതെന്ന് ദർശൻ പറഞ്ഞു. ഞാൻ നടിക്കാനോ? ഒട്ടും എനിക്ക് നടിക്കേണ്ട ആവശ്യമില്ല. ദേ ഞാനിതാ തുറന്നു പറയുന്നു, വിശ്വത്തിനെ കള്ളക്കേസിൽ കുടുക്കിയതും അകത്താക്കിയതും ഞാൻ തന്നെയാണെന്ന് ഈ ശ്രീകാന്ത് പച്ചയ്ക്ക് പറയുക. എൻ്റെ നാവിൽ നിന്ന് തന്നെ സത്യം കേട്ട സ്ഥിതിക്ക് നിനക്ക് കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ നോക്കാൻ പറഞ്ഞു. കോടതിയെ പോലും വിശ്വസിപ്പിക്കാനുള്ള കള്ള തെളിവുകളും കള്ള സാക്ഷികളും ഉള്ളപ്പോൾ എന്തും ചെയ്യാമെന്നാണോ എന്ന് ദർശൻ ചോദിച്ചു. അപ്പൊ നീ എന്തിനാണ് ദർശൻ അവർക്ക് വേണ്ടി ഇവിടെ വക്കാലത്തിന് വരുന്നത് എന്ന് ചേച്ചി ചോദിക്കുക. പറയുന്നത് കേട്ടാ നീ ആ വീട്ടിലാണെന്ന് തോന്നുമല്ലോ. എൻ്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അച്ഛനും, അത് നീ മറക്കണ്ട എന്ന് വർഷ പറയുമ്പം ഇല്ലേ ചേച്ചി, പലപ്പോഴൊക്കെ ഞാനത് ഓർത്തെ നാണിച്ചു പോകാറുണ്ടെന്ന് പറയുമ്പം ദർശ എന്നും പറഞ്ഞു വർഷ വിളിച്ചപ്പോൾ അവന് തോന്നിയത് വന്ന് പറഞ്ഞിട്ട് പോട്ടെ വർഷ എന്ന് ശ്രീകാന്ത്. ഡേ ഇതൊരു ക്ലിയർ ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്, അത് കോടതിയിൽ തെളിയിക്കാനുള്ള രേഖകൾ അളിയൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലുണ്ടെന്ന കാര്യം ശ്രീകാന്ത് പറഞ്ഞു. ഇനി അതിൽ നിന്ന് അവൻ രക്ഷപ്പെടണമെങ്കിൽ ഈ കേസ് ഞാൻ പിൻവലിക്കണമെന്നും അത് വേണമെങ്കിൽ എനിക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് അളിയൻ എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ വിശ്വനെ വെച്ച് വേദയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമല്ലേ എന്ന് ശ്രീകാന്തിനോട് ദർശൻ ചോദിച്ചു. അങ്കിൾ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അതല്ലേ അച്ഛൻ നാട്ടിലില്ലാത്ത സമയത്ത് തന്നെ ഞാനിത് പ്ലാൻ ചെയ്തതെന്നും ശ്രീകാന്ത് പറയുക. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും വേദ ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് വരട്ടെ ദർശൻ. നിന്റെ കൂടി നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒരു വളഞ്ഞ വഴി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ദർശൻ ചോദിച്ചു. അതെ, പക്ഷേ എൻ്റെ അഭിമാനത്തിന് വേണ്ടി എനിക്ക് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്രീകാന്ത് ദർശനോട് ചോദിക്കുക. അളിയനെ ഇപ്പം ചെല്ല, വേണമെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് വേദയെല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഞാനും കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. വക്കീലന്മാരാണ് അല്ലെങ്കിലും മധ്യസ്ഥത വഹിക്കാനേ കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പണി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഒരു കാര്യം ഉറപ്പും, ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ വിശ്വന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാവുക തന്നെ ചെയ്യുമെന്ന കാര്യം പറഞ്ഞു. അപ്പം അയ്യോ ചതിക്കല്ലേ എൻ്റെ വക്കീൽ സാറേ, അതോടെ എന്നെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കും. എപ്പോഴും ചക്ക വീണാലേ മൊയില് ചാവില വക്കീൽ സാറേ, സാറ് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കോടതിയിൽ നിന്നും തല കുനിച്ച് ഇറങ്ങി പോരേണ്ടി വരുന്നത് സ്വന്തം ബന്ധുക്കളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നേ ഉള്ളൂ എന്നും വിശ്വനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും നമ്മുടെ ദർശൻ ഇവരെ വെല്ലുവിളിക്കാം. വരട്ടെ വർഷച്ചി എന്നും പറഞ്ഞ് നല്ല 4 ഡയലോഗും പറഞ്ഞിട്ട് നമ്മുടെ ദർശൻ അവിടെ നിന്ന് അങ്ങ് പോയി. ദർശൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവറ്റകൾ രണ്ടും കൂടെ ചമ്മി വിളറി അവിടെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ ദർശൻ വണ്ടിയിൽ വന്ന് കയറി ഇറങ്ങാൻ നോക്കുമ്പോൾ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വിക്രത്തെ കണ്ടപ്പോഴത്തേക്കും എടുത്ത് ചാടി ദേഷ്യം തീർക്കാൻ വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു കേട്ടോ ദർശൻ വിക്രത്തോട്. ഞാൻ പറഞ്ഞാൽ വിക്രം കേൾക്കില്ല എന്ന് എനിക്കറിയാം, നിങ്ങളുടെ രീതികൾ അത് വ്യത്യസ്തമാണല്ലോ, പക്ഷേ അകത്ത് കിടക്കുന്ന ചേട്ടന് പുറത്തു വരാൻ ഒരു തടസ്സമാകരുത് നിങ്ങളുടെ ഈ വരവ് എന്ന് ദർശൻ പറഞ്ഞു. അത് മനസ്സിൽ വെച്ചാൽ നന്നാണെന്നും പറഞ്ഞ് നമ്മുടെ ദർശൻ അവിടെ നിന്ന് അങ്ങ് പോയി. വിക്രം നേരെ വീട്ടിലേക്ക് ചെന്ന് അകത്തേക്ക് കയറിയിട്ട് ജഡ്ജി സാറേ എന്നും പറഞ്ഞു അങ്ങ് വിളിച്ചു. ആരുമില്ലേ ഇവിടെ എന്ന് ചോദിച്ചു. വിക്രം അങ്ങ് ചെന്നില്ല. അപ്പോഴത്തേക്ക് ഇവനൊരു ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുക. നീ കളി തുടങ്ങിയല്ലേ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ വേറെ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ്റെ കാല് പിടിച്ച് സഹായം ചോദിക്കാൻ വന്നതാണോ നീ എന്നീ ശ്രീകാന്ത് വിക്രത്തോട് ചോദിച്ചു. നിന്റെ ഭാര്യ എൻ്റെ ഓഫീസിൽ വന്നായിരുന്നു, കുറേയേറെ വെല്ലുവിളിച്ചിട്ടൊക്കെയാണ് പോയത്, ഇപ്പോഴത്തേ നീയും വന്നിരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ പേടിച്ചു പോകുമെന്ന് നീ വിചാരിച്ചോ എന്നിവൻ ചോദിക്കുക. ജയിലിൽ കിടക്കുന്നത് എൻ്റെ ചേട്ടനല്ല നിന്റെ ചേട്ടനാണെന്ന് ശ്രീകാന്ത് പറയുമ്പോഴും വിക്രം ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവനെ പുറത്തിറക്കാൻ നീയല്ല, നിന്റെ തന്ത പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിച്ച ആ മാഷോ നിന്റെ ഗോഡ് ഫാദർ ശ്രീനിവാസനോ വിചാരിച്ചാലും പറ്റില്ല എന്ന് നിനക്ക് അറിയാം. അപ്പൊ ഇവിടെ കയറി വന്ന് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചു നീ അല്ലടാ എന്നൊക്കെ ചോദിച്ചു ശ്രീകാന്തെ. നിന്നെപ്പോലെ ഒരു തെരുവുനായ വിചാരിച്ചാലേ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ എന്നും പറഞ്ഞു. അറിയോന്ന് ചോദിച്ച് തീർന്നില്ല. അവൻ്റെ നെഞ്ച് നോക്കി ഒരൊറ്റ ചവിട്ടായിരുന്നു നമ്മുടെ വിക്രം. അപ്പോഴേക്കും അവൻ പോയി തെറിച്ച് അങ്ങ് വീണു. ഇത് കണ്ടുകൊണ്ടാണ് വർഷ വരുന്നത്. വർഷ വരും. അപ്പോഴത്തേക്കും ഇവൻ്റെ കുത്തിന് പിടിച്ച് പൊക്കി അങ്ങ് എടുത്തു. ഒന്ന് ശരിക്കും അമർത്തിയാലേ തീരാവുന്നതേ ഉള്ളൂ നീയാണോടാ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത് എന്ന് നമ്മുടെ വിക്രം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഭയങ്കര ചിരി. എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് എന്നെ പറ്റിച്ചിട്ട് തെറ്റിപ്പോയി എൻ്റെ ഭാഗത്തായോ എന്ന് ശ്രീകാന്ത് ചോദിക്കും. എന്ത് ന്യായമാടാ ഇത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആ കൈ അങ്ങ് എടുത്തു കേട്ടോ. അതായത് ശ്രീകാന്തിൻ്റെ ഷർട്ടിന് പിടിച്ച കൈ. ഇത് നീ എനിക്കിട്ട് വെച്ച കുരുക്കാണെന്ന് എനിക്കറിയാം, അതിൽ എൻ്റെ ചേട്ടൻ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിയെടുക്കാനും എനിക്കറിയാം, പക്ഷേ നീയൊന്നും പിന്നെ മര്യാദയ്ക്ക് ജീവിക്കുമെന്ന് കരുതണ്ട എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് വിക്രത്തെ കളിയാക്കി ചിരിക്കുക. അയ്യോ അതൊക്കെ എനിക്ക് അറിയാമല്ലോ അളിയ നിന്നെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചതാ. പഠിക്കുന്ന കാലത്ത് പിള്ളേർക്കിടയിൽ നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പം നീ ഒരു മയക്കുമരുന്നുകാരനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എടാ ഞാൻ ഓർക്കുന്നതേ ഒരു വീട്ടിൽ എല്ലാവരും എങ്ങനെയായി പോയതെന്നാടാ.
അയ്യോ, അനിയൻ മയക്കുമരുന്ന് കേസിൽ അകത്തായവൻ, ചേട്ടൻ സാമ്പത്തിക തട്ടിപ്പിൽ അകത്തായവൻ. എടാ 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 നിന്റെ തന്തയുടെ ഏർപ്പാട് എന്താടാ? അയാൾ ഇനി എപ്പോഴാടാ അഴിക്കാത്താകാൻ പോകുന്നത് ചോദിച്ചപ്പോഴത്തേക്കും അവനെ പിടിച്ച് ഒരൊറ്റ തള്ളു വീണ്ടും തള്ളി. എന്നിട്ട് ശ്രീകാന്തിനെ അവിടെ ഇട്ട് തൂക്കി ഭിത്തിയെ കയറ്റി നമ്മുടെ വിക്രം. അവൻ ഞെട്ടിപ്പോയിട്ടോ. അയ്യോ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വർഷം വന്നപ്പോഴത്തേക്കും ഇവനെ തൂക്കിയെടുത്ത് ഒരു ഒറ്റ ഏറങ്ങെറിഞ്ഞു വിക്രമേ. അപ്പോഴേക്കും എല്ലാവരും അമ്മമാരും അനിയത്തി എല്ലാവരും ഓടി വന്നു. അയ്യോ അയ്യോ ശ്രീയേട്ടാ അയ്യോ എന്നും പറഞ്ഞു. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് അയ്യോ വിക്രം എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. ഇനി ഒരു അക്ഷരം വേണ്ടി കൊന്നുകളയും നിന്നെ ഞാനെന്ന് വിക്രം ശ്രീകാന്തിനോട് പറയാം. വായ അടയ്ക്കടാ എന്ന് വർഷ ഈ വീട്ടിൽ കയറി വന്ന് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എന്താ അധികാരമാടാ? ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് പറഞ്ഞു വർഷ വലിയ ആള് വിളിച്ചു. അപ്പം എന്തെങ്കിലും പറ്റുമോ ശ്രീകാന്തേ? അപ്പം എനിക്ക് എന്ത് പറ്റിയാൽ എന്ത്? അഖില ലോക തെമ്മാടിയായ ഒരു മരുമകനെ കിട്ടിയില്ലേ പഠിക്കത്ത് തറവാട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അപ്പം മുത്തശ്ശിക്ക് അത് പോരേന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ വിക്രം ഇതാ വീട്ടിലേക്ക് കയറി വന്ന് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ അച്ഛനെ പറയുന്നതും കേട്ട് നിൽക്കണോ ഞാനെന്ന് നമ്മുടെ വിക്രം ചോദിക്കാം. അപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അമ്മ. ഇവൻ പച്ച കള്ളം പറയുകയാണ് അമ്മയെന്ന് ശ്രീകാന്ത്. നമ്മുടെ കമ്പനിയിലാണ് കുറച്ച് നാളായിട്ട് ഇവൻ്റെ ചേട്ടൻ ജോലി ചെയ്യുന്നെന്ന് പറഞ്ഞ് പൈസ തട്ടിച്ച കാര്യമൊക്കെ പറയുക. അവനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദീപ്തി വന്നിട്ട് ഞങ്ങളുടെ ചേട്ടനെ ചതിച്ച അയാളെയാണ് ശിക്ഷിക്കേണ്ടത്. അപ്പോൾ അല്ലാണ്ട് അയാൾക്ക് ജോലി കൊടുത്ത് ഞാൻ എൻ്റെ ചേട്ടനെ അല്ല ഉപദ്രവിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ശ്രീയേട്ടൻ അല്ലാണ്ട് ഇങ്ങനെയുള്ളവരെ കമ്പനി പിടിച്ച് കയറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കേട്ടില്ലേ, ഇവൾക്ക് വരെ കാര്യം മനസ്സിലായല്ലോ. ഇനി നീ പോകാൻ നോക്ക്, ചെയ്ത തെറ്റിന് നിന്റെ ചേട്ടനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞു ശ്രീകാന്ത്. എൻ്റെ ചേട്ടനെ എനിക്കറിയാം, നീയും നിന്റെ ഭാര്യയുടെ അച്ഛനും കൂടി കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്നും എനിക്കറിയാവുന്ന കാര്യവും നമ്മുടെ വിക്രം പറഞ്ഞു. ഒന്ന് നീ ഓർത്തോ ശ്രീകാന്തേ, നീ വിചാരിച്ചാൽ എൻ്റെ ചേട്ടനെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിക്രം പറഞ്ഞു. ഈ വിക്രം ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ ഏട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്നും വിക്രം പറയാം. അപ്പം ശരി നീ ചെന്ന് കുറ്റം എങ്ങനെയൊക്കെ മറച്ചു വെക്കാമെന്ന് നീ ആലോചിക്കാം. കോടതിയിൽ തെളിവായിട്ട് ഞാൻ വന്നോളാമെന്നൊക്കെ പറഞ്ഞു വിക്രത്തെ വലിയ കളിയാക്കുമോ ശ്രീകാന്ത്. അപ്പോൾ നീ ഏത് തെളിവ് വേണമെങ്കിലും കൊണ്ടുപോടാ, ശരിയായ കള്ളൻ ആരാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. അത് തെളിയുന്ന ദിവസം ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരുമെന്നും വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ ഒരുമിച്ച് നിനക്ക് തന്നോളാമെന്നും പറഞ്ഞു വിക്രം ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ അച്ഛമ്മ എന്താ ശരിക്കും ശ്രീകാന്തെ സംഭവിച്ചോ എന്ന് ചോദിച്ചു. നീ സത്യം പറയാൻ പറഞ്ഞു. അന്നേരം മുത്തശ്ശി എന്താ ഈ പറയുന്നേ? അപ്പം ചേട്ടൻ പറഞ്ഞു ഒന്നും മുത്തശ്ശി കേട്ടില്ലേ എന്ന് ചോദിച്ചു ദീപ്തി. അപ്പം ഇല്ല ദീപ്തി, അവനും അവൻ്റെ വീട്ടുകാരുമാണ് മുത്തശ്ശിക്ക് ഈ ഏറ്റവും വലിയ സത്യസന്ധരായിട്ടുള്ളത്. 10 ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയവനെതിരെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു. പ്രമോഷൻ കൊടുത്ത് അഭിനന്ദിക്കണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ശങ്കരനെ അറിയിച്ചോ എന്ന് ചോദിച്ചു. നാട്ടിലില്ലാത്ത അച്ഛനെ വിളിച്ച് ഞാൻ ടെൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുക, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ എനിക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അവിടെ കിടന്ന് വിളഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി. അപ്പം ഇതിലെന്താ ചതി ഉണ്ടെന്ന് മുത്തശ്ശി പത്മത്തിനോട് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ദർശനെ കാണാനായിട്ട് വേദ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവാദമൊക്കെ വേണോ തനിക്കെന്ന് ദർശൻ വേദയോട് ചോദിക്കുമ്പോൾ ഞാനൊരു അനുവാദം ചോദിച്ചതല്ല, ദർശനുണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു രണ്ടുപേരും കൂടി സംസാരിക്കും കേട്ടോ. അപ്പോൾ ചക്രവാണി സാർ ഇവിടെ പ്രാക്ടീസ് തുടങ്ങി എന്ന് കേട്ടു എന്ന് പറയുമ്പോൾ സാറ് സ്ഥലത്തില്ല, ഡൽഹിയിലാണ്, നാളെ എത്തുള്ളൂ എന്ന കാര്യം വേദ പറയുക. എന്നോട് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയുക കേട്ടോ. അപ്പം നന്നായെന്ന് ദർശൻ പറഞ്ഞു. ദർശൻ എന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഞാൻ ശ്രീകാന്തുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ ചെയ്യുന്നതേ വിശ്വത്തോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ലാന്ന് അറിയാലോ വേദയ്ക്ക്. അപ്പോൾ വിശ്വേട്ടനോട് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതിൻ്റെ കാരണം എനിക്കറിയാം ദർശൻ, ഞാനാണ് അതിന് കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ എന്ന് പറയുമ്പം ശ്രീകാന്തിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം ദർശൻ ഇങ്ങനെ പറയാം. വിശ്വത്തിനെതിരെ എല്ലാ തെളിവുകളോടും കൂടിയാണ് അയാൾ കേസിന് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന കാര്യവും പറഞ്ഞു. കഴിയുന്നത് പോലെയൊക്കെ ഞാൻ സംസാരിച്ചു നോക്കി, അവസാനം മുഷിഞ്ഞാണ് ഇറങ്ങി പോകുന്നതെന്നുള്ള കാര്യവും ദർശൻ വേദയോട് പറയും കേട്ടോ. കേസ് ഒഴിവാക്കാനായി ഒരു പോംവഴി മാത്രമാണ് ശ്രീകാന്തിന് പറയാനുള്ളതെന്ന് ദർശൻ പറയുമ്പോൾ ആ പോംവഴിയൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു വേദ. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിച്ചെല്ലണം അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. പിന്നെ വിക്രത്തെ ഉപേക്ഷിച്ച് ദർശനെ വിവാഹം ചെയ്യണം എന്നുകൂടി പറഞ്ഞില്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ വേദ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ എന്ന് പറയുമ്പം ഞാൻ ദർശൻ്റെ കാര്യമല്ല ദർശ പറഞ്ഞത്, വർഷേച്ചിയും ശ്രീകാന്ത് ഏട്ടനും കൂടി തീരുമാനിച്ച കാര്യത്തെപ്പറ്റിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദർശനാകതായിട്ടിരിക്കുക. ഇനി ഈ വിഷയത്തെപ്പറ്റി ദർശൻ ശ്രീയേട്ടനോട് സംസാരിക്കേണ്ട, അവർ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വേദ പറഞ്ഞു. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം, ഞാൻ കഴിയാവുന്നത്ര പറഞ്ഞു നോക്കി, രണ്ടുപേരും അതിന് വഴങ്ങുന്നില്ല എന്ന് ദർശൻ ഇവരോട് പറയാം. വേണ്ടി വന്നാൽ വിശ്വന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാകുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചു.
വേദ ആവശ്യപ്പെട്ടാൽ വിശ്വന് വേണ്ടി ഞാൻ അപ്പയർ ചെയ്യാം എന്ന കാര്യങ്ങളും ഇങ്ങനെ പറയപ്പോൾ വേദ ഇരുന്ന് ആലോചിക്കാം. എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അളിയനെ കൂട്ടിൽ കയറ്റി വിചാരണ ചെയ്യാൻ എനിക്കും മടിയൊന്നുമില്ല എന്ന് ദർശൻ പറയുമ്പോൾ വേദ ചിരിച്ചു. വേദയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിശ്വനെ ചെന്ന് കണ്ട് വക്കാലത്ത് വാങ്ങിച്ചോളാം എന്നും പറയാം. അപ്പോൾ വേണ്ട ദർശൻ, അതിൻ്റെ ആവശ്യമില്ല. ഇത്തവണ ദർശൻ എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവണ്ടെന്ന് പറഞ്ഞു. ഞാനും തൻ്റെ ശ്രീയേട്ടനും തമ്മിലുള്ള ടേംസാണ് എന്ന് വിചാരിച്ചിട്ടാണോ? അതൊന്നും ഞാൻ വിചാരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പം പക്ഷെ ഞാനത് വകവയ്ക്കണമല്ലോ എന്ന് വേദ പറയുക. ദർശൻ്റെ ചേച്ചി ശ്രീയേട്ടൻ്റെ ഭാര്യയാണെന്നും ഈ കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ടുമായി ശ്രീയേട്ടൻ്റെ കൂടെ നിൽക്കുന്നത് ദർശൻ്റെ അച്ഛനാണെന്ന കാര്യവും വേദ പറഞ്ഞു. വെറുതെ എന്തിനാ നിങ്ങളുടെ കുടുംബത്തിൽ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ വേദ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ദർശൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. എന്തായാലും എന്നെ വിളിച്ചു വരുത്താനും ഹാജരാകാൻ സമ്മതം അറിയിക്കുകയും ചെയ്തല്ലോ, ധാരാളമാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ നമുക്ക് നോക്കാം ദർശൻ, വേറെയും വഴികളുണ്ടല്ലോ എന്ന് വേദ പറയുക. എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എനിക്ക് ശ്രീയേട്ടനുമായിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്ന കാര്യം വേദ പറഞ്ഞു. ചില കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിക്കാനുണ്ടെന്നുള്ള കാര്യവും വേദ ദർശനോട് പറഞ്ഞു. ഓക്കെ എന്ന് ദർശനം പറഞ്ഞു. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞു വേദ അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് വിക്രം നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ശ്രീജ ഓടിച്ചെന്നു എന്തായെന്നും ചോദിച്ചു. അപ്പോൾ ഏട്ടത്തി ഒന്ന് സമാധാനമായിട്ടിരിക്കുക, ഞാൻ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് വിക്രം പറയാം. അപ്പോഴേക്കും നന്ദിനിയും വിനായകനും വന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വിശ്വനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് പറയുമ്പം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയരുത് വിക്രം, എന്തെങ്കിലും ചെയ്തോ എന്താണെന്ന് നീ പറയാൻ പറഞ്ഞു. അപ്പൊ എടാ ചോദിച്ചത് കേട്ടില്ലേ, നീ ആരെ കാണാൻ പോയതാണെന്ന് നന്ദിനി ചോദിച്ചു. അന്നേരം അത് പറ, ഏത് വക്കീലാണ് കേസെടുത്തിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അവളുടെ ചേട്ടനെ ഒന്ന് കാണാൻ പോയതാ ശ്രീചേട്ടത്തി എന്ന് പറയുമ്പോഴത്തേക്കും എന്നിട്ട് അയാളോട് കരഞ്ഞ് കാല് പിടിച്ചു നീ എന്ന് നന്ദിനി ചോദിക്കുക. നന്ദിനി എഴുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞാൻ പോയത് സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വിശ്വേട്ടനെ മനഃപൂർവ്വം കുടിക്കിയതിന് അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കാനാണെന്ന് വിക്രം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് കേട്ടുകൊണ്ട് വന്ന അച്ഛൻ കയ്യിലുണ്ടായിരുന്ന കൂമ്പയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. മൊത്തം പണി പാളി. നന്ദിനി ഒന്ന് പേടിച്ചു. ഈ തല്ലും ഭീഷണിയല്ലത് നിനക്ക് എന്താണ് അറിയാവുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. ഇത് ഇനി അയാൾ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് മാഷ് ചോദിക്കുമ്പം ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അയാളിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു എന്ന് വിക്രം പറയാം. ഇത് മനഃപൂർവ്വം അയാൾ വിശ്വനെ കുടിക്കിയതാണെന്നും അതും മനസ്സിലാക്കാൻ അയാളുമായിട്ട് അടിയുണ്ടാക്കാൻ പോകണമെന്നൊന്നുമില്ല. വിശ്വൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അയാൾ പറഞ്ഞിട്ട് വേണോടാ ഇവിടെയുള്ളവർ അറിയാനെന്ന് അച്ഛൻ മോനോട് ചോദിക്കുക. വിശ്വേട്ടനെ ഞാൻ ഉറപ്പായിട്ട് പുറത്തിറക്കിയിരിക്കുമെന്ന് വിക്രം പറയുമ്പം നിന്റെ വാക്കും വിശ്വസിച്ച് ഞങ്ങളെ ഇവിടെ ചുമ്മാ ഇരിക്കണമെന്ന് അച്ഛൻ മോനോട് ചോദിച്ചു. നിനക്ക് പോലീസ് സ്റ്റേഷനും ജയിലും പുത്തരി അല്ല എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ വിശ്വൻ അങ്ങനെ അല്ലടാ, അവനെ കൊണ്ടേ ഇത് താങ്ങാനാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്നൊക്കെ ചോദിച്ച അച്ഛൻ വിക്രത്തോട് ദേഷ്യപ്പെടുമ്പോൾ ശ്രീജ നിന്ന് വലുമായിൽ കരയുക. നന്ദിനി അന്തം പെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാണ്ട് തല്ലാനും കൊല്ലാനും ലഹള ഉണ്ടാക്കാനും പോകാൻ നിനക്കൊരു മടിയില്ലല്ലോ. സ്വന്തം ചേട്ടൻ്റെ കാര്യം വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ സ്ട്രോങ് ആണെന്ന് പറയുന്ന വിക്രത്തോട് എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു അച്ഛൻ. ശ്രീജ നിന്ന് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. അങ്ങനെ അച്ഛനും മോനും കൂടെ വഴക്കുണ്ടാക്കുമ്പം ശ്രീകാന്തിന് വേണ്ടത് ക്യാഷ് ആണെങ്കിൽ അത് നിമിഷം നേരം കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നാണ് അച്ഛൻ വിചാരിച്ചതെന്ന് വിക്രം ചോദിച്ചു. അയാൾക്ക് വേണ്ടത് കേസ് തന്നെയാണെന്നും ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്നതിലാണ് അയാളുടെ രസമെന്നൊക്കെ വിക്രം പറയുമ്പം എങ്കിലത് ഉണ്ടാക്കി വെച്ചതിൻ്റെ ഉത്തരവാദിത്വം ഒറ്റൊരാൾക്കേ ഉള്ളൂ, അത് നിനക്ക് മാത്രമാണെന്നും പറഞ്ഞ് വിക്രത്തെ ചോദ്യം ചെയ്യുന്ന അച്ഛനെ കാണിച്ചുകൊണ്ടും ഇത് കേട്ട് ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.